ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഡൻ വിശേഷങ്ങളൊന്നുമല്ല, ഓണം വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓണപ്പൂക്കളം. എങ്ങനെയുണ്ട്? അടിപൊളിയായോ? അപ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്നാണ് ആഘോഷിച്ചിട്ടോ. ഓണം കൊള്ളാനൊന്നും പറ്റിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് വാലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു പൂക്കളത്തിലും ചെറിയൊരു സദ്യയിലും ചെറിയ ഔട്ടിങ്ങൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓണാഘോഷം ഇപ്രാവശ്യം അങ്ങനെ തിരുവോണം കഴിഞ്ഞു കേട്ടോ. ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നും നാളെയും ഞായറാഴ്ച വരെ ഞങ്ങൾക്ക് മുടക്കാണ് കേട്ടോ. എല്ലാവർക്കും മുടക്കാണ്. അക്കു ഇല്ലാത്തൊരു കുറവൊഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. അക്കും അവിടെ അടിപൊളിയായിട്ട് തന്നെ ഓണാഘോഷിച്ചു കേട്ടോ. ഓണസദ്യയൊക്കെ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, സന്തോഷക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ. നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക തൊട്ട് മുന്നിൽ തന്നെ കാണുന്നത് പോലെ വീഡിയോ കോൾ ചെയ്തേ എപ്പോൾ വേണേലും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അങ്ങനൊരു വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഓണസദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറക്കത്തിലാണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. മൂത്ത പെങ്ങളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ഓണാഘോഷം ഇങ്ങനെയാണ് കേട്ടോ. എന്താ പറയുക, മാവൊക്കെ വെച്ചിട്ട് അണിഞ്ഞ് ഓണത്തപ്പനും മേലെ തൃക്കാക്കരപ്പനും പുള്ളി കുത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഓണം കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്കവാറും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാലായ്മ വരും. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഓണം കൊള്ളാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ ചേട്ടൻ്റെ മൂത്ത പെങ്ങളുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ ബഹറിലായിരുന്നു, വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ മൂത്ത പെങ്ങൾ, അനിയൻ. ഞങ്ങൾ 4 പേരും കൂടി ആയിട്ട്, അനിയനും ചേട്ടനും ഞാനും കണ്ണനും കൂടിയാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ആ മോൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അവളും കുട്ടിയും എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ അവൾ അവിടേക്ക് പോയേക്കായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ചേച്ചിനെ കണ്ട് ഒന്ന് ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാരൊക്കെ കാണാമെന്നുള്ളൊരു പതിവാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പോൾ തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ പോകുന്നത് എൻ്റെ ഇളയ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും നല്ല അടിപൊളിയായിട്ട് ഓണം കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഓണം കൊള്ളാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഓണം കൊള്ളാട്ടോ. മടി വിരിച്ചിരിക്കാണ്ട് ചിലർക്കൊക്കെ എന്താ പറയുക, ഭയങ്കര മടിയായിരിക്കും ഓണം കൊള്ളാനായിട്ട്. അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ആരോഗ്യമുള്ള സമയത്തും പറ്റാവുന്ന സമയത്തും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഓണം കൊള്ളണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചേട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു പൂക്കളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണ്ടപ്പോഴേക്കും വേഗം തന്നെ അവർ വന്ന് പോസ് ചെയ്തു. അവരുടെയും കൂടി വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ചേട്ടന്മാരൊക്കെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളും കണ്ണനും ഇളയ ചേച്ചിയുടെ മൂത്ത മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനും കൂടെ ഞങ്ങൾ ചെറായി ബീച്ചിലേക്ക് കറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ സാരിയൊക്കെ കൊടുത്ത് എന്താ പറയുക, ഒരു ബീച്ചിലേക്ക് പോകാൻ പറ്റിയ ഒരു വേഷത്തിലല്ല വന്നിരുന്നത്. എന്നാലും വേഷമൊന്നും നോക്കിയിരുന്നില്ല കേട്ടോ. ഞങ്ങളങ്ങോട്ട് പോയി. അങ്ങനെ ചെറായി എത്താൻ കണ്ടപ്പോഴേക്കും നല്ല മഴ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഇപ്പോൾ ഒന്നാമത്തെ സാരിയൊക്കെ കൊടുത്തിരിക്കണേ. വെറുതെ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചെറായി ബീച്ച്. അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ അവർ പിന്നെ ആണുങ്ങളെല്ലാവരും കൂടി ഒരു കമ്പനിയായി അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് നേരെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് സമയം പോവില്ല. അങ്ങനെ ചുമ്മാ അങ്ങനെ ഇരിക്കണതിന് അതേപോലെ ഓണാഘോഷങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങണം. എന്നാലാണ് ഓണാഘോഷത്തിൻ്റെ എല്ലാ പകിട്ടും നമുക്ക് അതേപടി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് മഴ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം സാരി ഉടുത്ത കാരണം കൊണ്ട് തന്നെ ബീച്ചിലേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് നനച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം എന്താ പറയുക, കുട്ടികൾ അവിടെ ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ എന്താ പറയുക കടലമ്മ കള്ളി എന്നൊക്കെ പേരൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണൊക്കെ കൂമ്പാരം കൂട്ടി അവരിങ്ങനെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരാണെങ്കിൽ ഭയങ്കര ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ ചുമ്മാ അതൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താ പറയുക, ഈ പ്രാവശ്യം ഓണം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര വയ്യായിക്കിട്ട് തീരെ കിടപ്പ് തന്നെയായിരുന്നു. അന്നേരം റെസ്റ്റ് എടുത്തായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓണം എന്താ പറയുക വലിയ കുഴപ്പമില്ലാണ്ട് എഴുന്നേറ്റ് നടക്കാനും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനും പറ്റിയിട്ടാ. അപ്പോൾ എല്ലാവരും ചോദിച്ചു കേട്ടോ, എൻ്റെ അനിയത്തിമാരൊക്കെ ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾ ഓണം ചേച്ചിയുടെ ഇളയ പെങ്ങളുടെ വീട്ടിലേക്ക് മുന്നേ കൂട്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീട്ടിൽ എന്താ പറയുക എല്ലാം ഒരുക്കി നമ്മൾ എത്ര നേരത്തെ ആയാലും ഇത്തിരി നമ്മുടെ വീട്ടിലുണ്ടാക്കി സദ്യയൊക്കെ കഴിക്കണതാണ് ഏറ്റവും ഇഷ്ടം. അതല്ലേ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ ചേട്ടനും പറഞ്ഞിട്ട് എന്തിനാ നമുക്ക് അവിടേക്ക് ക്ഷണിച്ചേക്കല്ലേ, നീ എന്തിനാണ് ഉണ്ടാക്കണമെന്ന്. പക്ഷേ എനിക്ക് ഉണ്ടാക്കിയാലാണ് ഒരു ഓണത്തിനൊരു
എല്ലാം ഓണത്തിൻ്റെതായ ഒരു പൂർണ്ണത വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഉണ്ടാക്കി തലേ ദിവസവും രാവിലെ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളൊരു 10:30 ആയപ്പോഴേക്കും ഊണ് കഴിച്ചു, സദ്യ കഴിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ പെങ്ങന്മാരുടെ വീട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾക്ക് ബജ്ജിയൊക്കെ മേടിച്ച് തന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ ഗൾഫുകാരനല്ലേ ഉള്ളത്, അവൻ്റെ വകയായിരുന്നു കേട്ടോ ചിലവ്. അവനാണ് കൊണ്ടുപോയതും എല്ലാ ചിലവും അവൻ്റെ വകയായിരുന്നു. ബജ്ജിയൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. ഐസ്ക്രീം ഞാൻ കഴിക്കാൻ നിന്നില്ല, കാരണം വയ്യായിക മാറി വരണല്ലേ ഉള്ളൂ. അത് കാരണം ഞാൻ അവർ കഴിക്കുന്നത് നോക്കിയിരുന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റിയും ബജ്ജിയും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി പോകും, എന്താ പറയുക, തിരിച്ചു പോണതിൻ്റെ വക ആർപ്പാഘോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ലാണ്ടൊക്കെ ഓണാഘോഷമൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. മക്കളില്ല, ആരുടെ ഇപ്പോൾ അനിയൻ്റെ ആയാലും മക്കൾ 2 പേരും ഇവിടെ ഇല്ല, അക്കു ആയാലും ഇവിടെ ഇല്ല. മക്കളില്ല എന്നുള്ളൊരു കുറവ് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. എന്നാലും വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം അവരും ഇവിടുത്തെ പോലെ തന്നെ ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ. അവർക്കും അതിനുള്ളൊരു സാഹചര്യമൊക്കെ കിട്ടി. അവരെ കൊണ്ടാകുമ്പോൾ അത് സദ്യയൊക്കെ ഒരുക്കി അവരും ഓണമൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊരു സമാധാനം, നല്ലതിന് വേണ്ടിയിട്ടല്ലേ പിള്ളേർ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.